ഹലോ കൂട്ടുകാരെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സൂചി ഗോതമ്പ് തരീൻ്റെ ഉപ്പുമാവാണ് കേട്ടോ. ഇതാണ് സാധനം. നല്ലതാണത്, ഷുഗറുകാർക്കൊക്കെ നല്ലതാണ്, കുട്ടികൾക്കും കൊടുക്കാൻ നല്ലതാണ്. അതുപോലെ അതിൽ വേണ്ട സാധനങ്ങൾ: ക്യാരറ്റ്, പച്ചമുളക്, വലിയുള്ളി, കരിവേപ്പില കേട്ടോ. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതാണ് കേട്ടോ, അത് ഗോതമ്പ് തരി എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കെങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കടുകും കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കണം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്, അപ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. കടുക് നന്നായിട്ട് പൊട്ടിയപ്പോൾ നമുക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നന്നായിട്ടൊന്നൊരു ഗോൾഡൻ ബ്രൗൺ ആവണ വരെ നമുക്കതൊന്ന് ഇതാക്കാം. അത് നന്നായിട്ട് ഇതായിട്ടുണ്ട് കേട്ടോ. ഉഴുന്ന് പരിപ്പ് നന്നായിട്ട് ഇതായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, പച്ചമുളക്, വലിയുള്ളി ചെറുതായി അരിഞ്ഞ് നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് വഴറ്റുക കേട്ടോ. നമ്മൾ സാധാരണ ഉപ്പുമാവ്, ബാക്കി എല്ലാ കാര്യങ്ങളും സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മൾ എത്രയാണോ ഗോതമ്പ് മാവ് എടുക്കുന്നതിനനുസരിച്ച്, ഗോതമ്പ് തരി എടുക്കുന്നതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ചൊരു വേവുള്ളൊരു സാധനമാണ്, പക്ഷെ എന്നാലും ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. വെള്ളം തിളച്ച് നന്നായിട്ട് വെള്ളം ചൂടായിട്ട് വരട്ടെ. തിളച്ച് വരുമ്പോഴാണ് ഈ ഗോതമ്പ് തരി ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പം നന്നായിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട്, നമുക്കതിലേക്ക് ഈ ഗോതമ്പ് തരി ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നന്നായിട്ട് ചെറു തീയിൽ അവിടെ കിടന്നിട്ട് വേകണം. കുറച്ചൊരു വേവുള്ളൊരു സാധനമാണ്, പക്ഷേ അതുണ്ടാക്കി കഴിഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കാം. കുട്ടികളൊക്കെ പുറമേക്കുള്ള ഭക്ഷണത്തിനാണല്ലോ കുട്ടികൾക്ക് താല്പര്യം. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കണ ഇങ്ങനെ ഉപ്പുമാവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടികൾക്ക് കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണിത്. ഗോതമ്പ് എന്ന് പറഞ്ഞാൽ പൊതുവേ നല്ലതാണല്ലോ, മൈദേനെക്കാട്ടും സൂപ്പറായിട്ടുള്ള സാധനമാണ് ഗോതമ്പ്. അപ്പോൾ അതവിടെ കിടന്ന് ചെറു തീയിൽ വേകട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പുമാവ് തയ്യാറായെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഉപ്പുമാവ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അതിലേക്ക് കുറച്ച് ചിരകി വെച്ച തേങ്ങയും അതുപോലെ തന്നെ ഒരു സ്പൂണ് നല്ല നെയ്യ്, നമ്മൾ RKG അല്ലെങ്കിൽ മിൽമേൻ്റെ ഏതായാലും ഒരു സ്പൂൺ അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ചിക്കി എടുക്കുക കേട്ടോ. നമ്മൾ കോഴിക്കോട് ഭാഷയിൽ പറയുന്നതാണ് ചിക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് യോജിപ്പിക്കുക. അപ്പോൾ നന്നായിട്ട് അത് യോജിപ്പിച്ചിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ചാൽ നമ്മുടെ ഗോതമ്പ് തരിയുടെ ഉപ്പുമാവ് തയ്യാറ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ നിങ്ങളുടെ കൂടെ ഒരാളാക്കി മാറ്റണേ. അപ്പം പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. ഓക്കെ, ബൈ.